വാൻഹായ് കപ്പലിൽ വീണ്ടും തീ. കപ്പലിന്റെ താഴത്തെ അറയിലാണ് തീ കണ്ടെത്തിയത്. ഈ ഭാഗത്തെ കണ്ടെയ്നറിലെ വിവരങ്ങൾ കപ്പൽ കമ്പനി മറച്ചുവെച്ചു. കണ്ടെയ്നറിൽ തീ പിടിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. തീ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ കപ്പൽ മുങ്ങാനും സാധ്യതയുണ്ട്. കൊച്ചിയിൽ നിന്ന് വീണ്ടും ചേരുകയാണ് ശ്യാംകുമാർ. ശ്യാം, ഇപ്പോൾ ഈ കപ്പലിൽ വീണ്ടും തീ കണ്ടെത്താനുള്ള ഒരു കാരണം എന്താണ്? മറ്റൊന്ന്, എന്താണ് ഈ കണ്ടെയ്നറുകളിൽ ഉള്ളതെന്ന് കപ്പൽ കമ്പനി മറച്ചു വെച്ചു എന്ന് പറയുമ്പോഴും ആധികാരികമായ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? അത് തീ പിടിക്കാൻ സാധ്യതയുള്ള രാസവസ്തുക്കളാണോ, മറ്റ് അപകടകരമായ കാര്യങ്ങളാണോ എന്നൊക്കെ നമ്മൾ പറയുന്നതിന് മുമ്പ് നമുക്കതിൽ കൃത്യതയുണ്ടോ? ക്രിസ്റ്റീന, ഈ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ അന്വേഷണത്തിലാണ് ഈ വസ്തുതകൾ കണ്ടെത്തിയിരിക്കുന്നത്. ആധികാരികം തന്നെയാണ്. കാരണം ഈ കപ്പലിന്റെ മുകൾ തട്ടിലുള്ള കണ്ടെയ്നറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് നേരത്തെ ഈ കപ്പൽ കമ്പനി അധികൃതർ പങ്കുവച്ചത്. അതിനിടയിൽ ഈ കപ്പലിനെ കെട്ടിവലിച്ച് വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് 280 കിലോമീറ്ററോളം ദൂരം കൊണ്ടുപോവുകയും ചെയ്തു. അതിനൊക്കെ നേവിയും മറ്റ് സംവിധാനങ്ങളും ഒക്കെ വലിയ രീതിയിൽ കഷ്ടപ്പെടുകയുമായിരുന്നു. അതിനിടയിലാണ് ഇന്ന് രാവിലെ വീണ്ടും ഈ കപ്പലിൽ നിന്ന് ചെറിയ രീതിയിൽ തീ ഉയരുന്നത് കണ്ടത്. പിന്നീട് വൈകുന്നേരമായപ്പോൾ ആ തീയുടെ വ്യാപ്തി കൂടുകയും അത് ആരംഭിച്ചത് കപ്പലിന്റെ ഏറ്റവും താഴത്തെ അറയിൽ നിന്നാണ് എന്ന് കണ്ടെത്തുകയുമായിരുന്നു. ഈ ഭാഗത്ത് എന്ത് വസ്തുക്കളാണ് ഉള്ളതെന്ന് പോലും വെളിപ്പെടുത്താൻ കപ്പൽ കമ്പനി ഉടമകൾ, അതിന്റെ അധികൃതർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അത് തീ പിടിക്കാൻ സാധ്യതയുള്ള രാസവസ്തുക്കളാണ് എന്ന നിഗമനത്തിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനു പുറമെ കപ്പലിൽ നിന്ന് ഇനിയും നീക്കം ചെയ്യാത്ത രീതിയിൽ 2000 ടണ്ണിലേറെ എണ്ണയാണ് ആ കപ്പലിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീയുടെ അളവ് കൂടാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് കപ്പൽ കമ്പനി ഉടമകളോട് എന്തൊക്കെയാണ് ഈ കപ്പലിന്റെ താഴത്തെ അറയിൽ വച്ചിരുന്നത്, ആ വിവരം തരാത്തത് എന്തുകൊണ്ടാണ് എന്ന വിവരം തേടാൻ ഇപ്പോൾ ഷിപ്പിംഗ് മന്ത്രാലയം തയ്യാറെടുക്കുന്നത്.